മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന പുതിയൊരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ചീഫ് എഡിറ്റർ KP സേതുനാഥാണ്. മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നിപ്പോൾ പുതിയ ബില്ല് അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിന് ആകെ മൊത്തത്തിൽ ഒരു ഓവർഹോൾ തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ പേര് തന്നെ മാറും. മഹാത്മാഗാന്ധി എന്നുള്ളത് മാറിയിട്ട് VBG റാംജി എന്നുള്ള പേരിലേക്ക് ആ ഒരു സാധനം മാറ്റുകയാണ്. മൊത്തത്തിൽ അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ കുറേ മാറ്റങ്ങളും വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ സാർ? അല്ല, ഒന്നും ഈ പദ്ധതിയുടെ പേര് തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്തിനാണ് ആ പദ്ധതിയുടെ പേര് അങ്ങനെ മാറ്റുന്നു എന്നുള്ളത്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പേര് ഒരു വളരെ ബോധപൂർവം നമ്മുടെ ഈ ഒരു ഇതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. പക്ഷേ അതിന് പകരമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ ഇപ്പം വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു തീമാണ് അവരുടെ ഇത്. 2047 കൂടി നമ്മൾ വികസിത ഭാരതമാകും. അപ്പോൾ അതിൻ്റെ ഒരു ലെവലിലാണ് ഇവർ ഇത് വയ്ക്കുന്നത്. ഇതിനകത്ത് റാം എന്ന് പറഞ്ഞൊരു പേരൂടെ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഫുൾ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്യാരണ്ടി VB, അത് വികസിത ഭാരതം. റാംജി എന്ന് പറഞ്ഞിട്ട്, അതായത് റോസ്ഗാർ അജീവിക മിഷൻ ഗ്യാരണ്ടി അതായത് VB റാംജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അതിന് അംഗീകാരം നൽകി. ഇന്ന് ഹരി പറഞ്ഞതുപോലെ ശിവരാജ് സിംഗ് ചൗഹാൻ ബില്ല് അവതരിപ്പിച്ചു. അപ്പം ലോക്സഭയിൽ ആ ബില്ല് അവതരണം വളരെ വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കിടയാക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. പ്രധാനമായിട്ടും സംസാരിച്ച ഒരു വ്യക്തി പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഗാന്ധി എൻ്റെ കുടുംബക്കാരല്ല, രാജ്യത്തിൻ്റെ മൊത്തം സ്വത്താണ് ഗാന്ധി, എൻ്റെ കുടുംബ സ്വത്തല്ല ഗാന്ധി എന്ന് ആയിരുന്നു അവരുടെ പ്രസംഗം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെല്ലാം മറുപടി പറഞ്ഞു. സർക്കാർ അതിന് പകരം ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞ മറുപടി, നിങ്ങൾ എന്തിനാണ് റാം എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് ക്ഷോഭിക്കുന്നതെന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവകാശപ്പെട്ടത് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഇതുകൂടെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞിരുന്നാൽ ഈ ബില്ല് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഒന്ന്, ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഘടന തന്നെ മൊത്തം മാറുകയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന ലേബർ ചാർജസ്, അതിൻ്റെ അതിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്കുള്ള വേതനം മുഴുവൻ തന്നെയും കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നായിരുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ ഉപകരണങ്ങളുടെയും മറ്റും അതിൻ്റെ 75% കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന്. ഇപ്പോഴത്തെ പുതിയ ബില്ലിൽ ഇതനുസരിച്ചിട്ട് ആ ഒരു സംഭവം അങ്ങ് മാറ്റുകയും ഇത് ഏതാണ്ട് 60-40 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാവുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 60% തുക കേന്ദ്ര സർക്കാരും 40% തുക സംസ്ഥാന ഗവൺമെൻറ്റുകളും വഹിക്കണം എന്ന നേരിലാണ് ഈ പുതിയ ബില്ലിലെ വ്യവസ്ഥ വരുന്നതെന്ന് പറഞ്ഞു. അതേസമയം ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്ന വിമർശനങ്ങൾ, അതിനെ ഒന്നും തന്നെ ഈ ബില്ല് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഒരു തെളിവുമില്ല. പ്രധാനമായിട്ടും അന്ന് അഡ്രസ്സ് ചെയ്യുന്നത് ഈ തൊഴിൽ ദിനങ്ങളായിരുന്നു. അത് 100 ദിവസമായിരുന്നു മിനിമം ഇതായിട്ടുണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ ഈ പുതിയ ബില്ല് പ്രകാരം 125 ദിവസമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മിനിമം വേതനത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോഴുള്ളതെന്ന് ഉയർത്തണമെന്നുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടൊരു പരാമർശമില്ല. 2, ഇപ്പോൾ ഈ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്, ഇതായിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് അപാകതകളെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിലയിൽ അല്ല ഇത് വന്നിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഉള്ള അവകാശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുന്ന തരത്തിലാണ് ഈ പുതിയ ബില്ലിൻ്റെ ഒരു മൊത്തം ആർക്കിടെക്ചർ എന്നാണ് അതിൻ്റെ കുറിച്ചിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിമർശനം പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇന്നലെ വേറൊരു ബില്ലും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലാണ്.
ആ ബില്ലിൻ്റെ പേര് വികസിത ഭാരത ശിക്ഷാ അധിഷ്ഠാൻ ബിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാം തന്നെ വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു ഹ്യൂബ്രിസിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നു. പക്ഷേ ഈ രണ്ട് ബില്ലിനും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വികസിത ഭാരത ശിക്ഷാ അധിഷ്ഠാൻ ബിൽ ഹിന്ദി ഭാഷ, വാക്കുകൾ മുഴുവൻ തന്നെ ഹിന്ദിയാണ്. അപ്പോൾ അത് BJPയുടെ ഒരു പ്രധാന അജണ്ടയാണ് ഒരു ഹിന്ദി ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഒരു എന്താണ്, ഒരു സ്ലേറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന നിലയിൽ ഹിന്ദി മറ്റുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വേറൊരു അർത്ഥത്തിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കുറേ കാലമായിട്ട് പറയുന്നുണ്ട് നമ്മൾ കൊളോണിയൽ ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അപ്പോൾ ഈ കൊളോണിയൽ ബോധത്തിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് അവർ ഹിന്ദിയെ കണക്കാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ രണ്ട് ബില്ലുകളിലും ഹിന്ദിയാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പേരുകൾ. അപ്പോൾ ഈ ഇപ്പം നേരത്തെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നതുപോലെ തന്നെയുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഹിന്ദി എന്ന് പറയുന്നത് നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ചിട്ടും ഇതുപോലെ തന്നെ വളരെ വലിയ അധിക്ഷേപങ്ങളുണ്ട്. ഈ രണ്ട് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രീകരണം പോലെ തന്നെ ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും വളരെ വലിയ കേന്ദ്രീകരണമാണ് ഈ പുതിയ ബില്ലിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഉള്ളതാണ് പ്രധാന വിമർശനം. പിന്നെ ഇപ്പോഴുള്ള UGCയുടെ സംവിധാനം മുഴുവൻ തന്നെ മാറിയിട്ട് ഒരൊറ്റ സിംഗിൾ ഏജൻസി, ഈ UGCക്കും മറ്റേ ഇതിനും രണ്ടുപേരെ AICTEയും പിന്നെ NCTE ഈ രണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ സമിതിയുടെ കീഴിൽ കൊണ്ടുവരികയും അപ്പം കോളേജുകളുടെ അക്രഡിറ്റേഷൻ, അക്കാദമിക നിലവാരം, പിന്നെ എനിക്ക് തോന്നുന്ന മറ്റ് എന്തോ ഒരു 3 റെഗുലേഷൻ, ഇത് 3 കാര്യങ്ങളും ഒരൊറ്റ അതോറിറ്റിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു നിലയിലുള്ള സംഭവങ്ങൾ വരികയും സർവകലാശാലകളുടെയും മറ്റു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സ്വയം ഭരണാധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. അപ്പം പല അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഈ ബില്ലിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചു. അപ്പോൾ എന്തായാലും ഇന്നലെ ആ ബില്ല് അവതരിപ്പിക്കുകയും അത് പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് തരത്തിലുള്ള വിമർശനങ്ങളുടെയും ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇത് അവർ JPCക്ക്. അപ്പോൾ അവരുടെ പരിഗണന വെച്ചിട്ട് ഇനി അതിനകത്ത് ഉള്ള ഡിബേറ്റും അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു നിർദ്ദേശങ്ങളും മറ്റെല്ലാം കണക്കിലെടുത്തിട്ട് ആയിരിക്കും ബില്ല് വരിക എന്ന് തോന്നുന്നു. പലപ്പോഴും ഈ സബ്ജക്റ്റ് കമ്മിറ്റിക്കും സെലക്ട് കമ്മിറ്റിക്കും എല്ലാം പോയി വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങളും മറ്റൊന്നും പലപ്പോഴും സ്വീകരിക്കപ്പെടാറില്ല. പലപ്പോഴും ഇതൊരു ചർച്ച നടത്തി എന്നുള്ളതിൻ്റെ ഒരു പുകമറ സൃഷ്ടിക്കലാണ് ഇതിൻ്റെ ഭാഗത്ത് നടക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വന്നപ്പോഴേക്ക് ആ സർക്കാരിന് BJPയുടെ സ്വന്തം നിലയിൽ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് BJP മുന്നോട്ട് വയ്ക്കുന്ന പല അജണ്ടകളും അത് മുന്നോട്ട് കൊണ്ടുപോകില്ല. അതിന് പകരം ഒരു കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പരിമിതികൾ അതിനുണ്ടാവും എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ സർക്കാരിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ വിലയിരുത്തലുകളെല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലാണ് വളരെ ബോധപൂർവവും വളരെ ആസൂത്രിതവുമായ നിലയിൽ BJPയുടെ അമിതമായ കേന്ദ്രീകരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൺട്രോള് എല്ലാ മേഖലയിലും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള തരത്തിലുള്ള നയങ്ങളും നിയമനിർമ്മാണങ്ങളുമാണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ഈ രണ്ട് ബില്ലുകൾ.